നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പട്ടായയിലുള്ള ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലാണ് കേട്ടോ. അത് കാരണം കൂളിംഗ് ഗ്ലാസും തൊപ്പിയില്ലാതെ അങ്ങോട്ട് നോക്കിക്കേ കയറാൻ പറ്റത്തില്ല. ഋഷി അതിലൊക്കെ പോയി പിടിക്കുവാന്ന് തോന്നുന്നു. കേറാ കേറട്ടെ ഞാൻ. ഇവിടെയാണ് കേട്ടോ വലിയ ബുദ്ധപ്രതിമയുള്ളത്. നമുക്കിത് ഇവിടെ നിന്ന് വരെ കാണാൻ അത്ര ഹൈറ്റിലുള്ള ഒരു ബുദ്ധപ്രതിമയാണ് ഇവിടെ ഉള്ളത്. വലിയ ഹൈറ്റ് ഇല്ലാത്ത സ്റ്റെപ്പാട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം. ഇത് കണ്ട പാമ്പല്ലേ സംഭവം? പാമ്പ് ഡ്രാഗണാണോ? അതെവിടെ? തിരിച്ചു വരുമ്പോ ബെല്ലടിച്ച് ഇറങ്ങി വന്നാലോ? നല്ല വെയില് ഈ സമയത്ത്. വൈകുന്നേരം ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു എന്നല്ലേ. എവിടെ? വലിയ കാന്താരി അല്ലേ? ഋഷി കൊള്ളാലോ. അവിടെ ദൂരെ ബീച്ച് കാണല്ലേ. ഇവിടെ വരുമ്പോ ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഷോർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. അപ്പം ഇവിടെ നിന്ന് അവർ മുണ്ടോ അതുപോലത്തെ എന്തോ സാധനം കൊടുത്തിട്ടാണ് കയറി വന്നേക്കണം. പക്ഷെ ഇവിടെ അയക്കുന്നേരം കണ്ടില്ലല്ലേ. ഇത് കാണിക്കുക, പൈസ ഇടാനുള്ള മുട്ട തരാ. വാ, വെയിലാണ്. സാറ്റർഡേയോ? ശനീശ്വരൻ. കൊള്ളാം. വാ, ഇതെന്താ? ആണോ? ശൂലോ? പൈസയും വെച്ചിട്ടുണ്ട് കേട്ടോ. വാ, ഇങ്ങോട്ട് വന്നേരം ശരി. വാ, ഇതെന്ത് സാധനം? ഋഷി ഋഷുട്ടാ, അവിടെ നിന്ന് എന്തോ ഒരു വ്യൂ ഉണ്ടോ തോന്നുന്നല്ലേ. ഇതെന്താ വയറ്? ഇതെടുത്തോ? ദേ അവിടെ തുടരുതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വാ ഋഷി, വാ ഇങ്ങോട്ട് വാ, ഞങ്ങള് പോട്ടെ. വാ, ഋഷി അതൊക്കെ അമ്പൂറ്റിയാ. വാ ഇങ്ങോട്ട്. ഋഷി ഇങ്ങോട്ട് വന്നേ, ഇറങ്ങി വാ. കേറരുത്, ഇങ്ങോട്ട് വാ. എടുക്കാം, വാ ഇങ്ങോട്ട് വാ. ഋഷി വാ.
ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല വ്യൂ കിട്ടും കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് രാവിലെ ഒരു 11 മണി സമയത്താണ്. നല്ല വെയിലുണ്ട്. ബീച്ച് ഫുള്ള് കാണാല്ലേ. ചേട്ടാ വാ. അതെന്താ ഫ്ലാറ്റാണോ? ആ ചേട്ടാ ലയണാടാ. എന്തുവാ? ബോളോ? ഋഷി ഇങ്ങോട്ട് വാ. ഋഷിനെ കിട്ടുന്നുണ്ടോന്ന് കാണുന്നില്ല. ഋഷിക്ക് വെള്ളം വേണമെന്ന് ഋഷി. നല്ല വെയിലുണ്ട് കേട്ടോ. എന്തോരം ഹൈറ്റാന്ന് നോക്കിക്കേ. ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ നേർച്ചയാണ്. എന്താ മാമ എന്താ ചെയ്യണം നോക്കി. ഇത് വെള്ളത്തിലിടാനാണോ? അതെന്തോ നേർച്ച അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൈ പൊള്ളൂടാ. റബ്ബർ ബാൻഡോ? ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. ആള് തന്നെയാണ്. നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ആള് തന്നെയാണ് ഇതുപോലെ ആ വിളക്ക് താലമൊക്കെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്ത് മതി. ഓരോന്നിടത്തെടുത്ത് വെള്ളത്തിൽ വെക്ക്. സൂക്ഷിച്ചേ, വെള്ളത്തിൽ മുക്കല്ലേ, നേരെ വെക്ക്. വെച്ചോ വെച്ചോ വെച്ചോ. ആ, ഇതിവിടുത്തെ നേർച്ചയാണ്. നമ്മളെ അമ്പലത്തിലൊക്കെ നാരങ്ങ വിളക്ക് വെക്കുന്ന പോലെ ഇവിടുത്തെ ഇതാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, തൊഴുതേ, അമ്പറ്റി തൊഴുതേ. ഋഷിയുടെ പോന്നാണ്ട. അത് കൈയിടണ്ട. വാ വാ ഋഷി, ഇങ്ങോട്ട് വാ. ഇത് ഇവിടത്തെ എന്തോ നേർച്ചയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ആലിലയിൽ എഴുതി പേരൊക്കെ എഴുതി തൂക്കണേ. ഓരോരുത്തരും ഓരോരോ നേർച്ച. ഹൈ ഫൈ. ബൈ ബൈ. അത് അടിക്കാനുള്ള മണി, ബെല്ല്. മതി ബെല്ല. മതി അവര് നോക്കുന്നു. മതി ഋഷി മതി. ഇത് അവരുടെ ഒരു നേർച്ചയാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള ആലില ഇങ്ങനെ കമ്പിൽ ചൂരലില്ലേ, അതുപോലത്തെ ചൂരലോ പ്ലാസ്റ്റിക്കോ എന്തോ ആണ്, അതിനകത്ത് ഇങ്ങനെ കുത്തിയിട്ട് കുറച്ച് പൈസയും വെച്ചിട്ട് അവരവിടെ ഈ കമ്പിൽ ഇങ്ങനെ കുത്തി കുത്തി നിർത്തും. അതെന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഓരോ നക്ഷത്രങ്ങളാണെന്ന് തോന്നി ഈ പേപ്പറിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഓരോ നക്ഷത്രത്തിനും നേരെ നമ്മളിങ്ങനെ ഇത് കുത്തുവാണ് തോന്നുന്നു. അപ്പം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 12 മാസമാണ്. വാ ഇങ്ങോട്ട് വന്നേ, വാ ഇങ്ങ് വന്നേ, വാ. അപ്പോൾ ഇവിടെ ഉള്ളിൽ കയറാനായിട്ട് ചെരുപ്പിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് അകത്തോട്ട് കയറുക. ഇവിടെ കുറച്ച് ഫോട്ടോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക്കറ്റ്സ് അല്ല, അതെ ലോക്കറ്റുകളാണ്. ഈ ഒരു സ്പേസിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പും നല്ല കൂളിങ്. ബാക്കി എല്ലായിടത്തും നല്ല വെയിലൊക്കെ. അപ്പോൾ ഞാൻ മാത്രമേ കയറിയുള്ളൂ. അവരൊക്കെ ഷൂ ഒക്കെ ഇട്ട് വന്ന കാരണം പുറത്ത് നിൽക്കും. ഇതെന്തുവാണെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ എന്തോ ചെയ്യേണ്ടതാണ്. ഓ ഇത് ഇത് കുബേരൻ, ഇത് കുബേരൻ. വാ, അത് അമ്പൂറ്റി കിടക്കുക. വാ, പാമ്പിന്റെ പുറത്ത് കിടക്കുക. വാ, അതൊക്കെ നോക്കാം. ഇങ്ങ് വാ, പൊട്ടിക്കല്ലേ. അതിങ്ങോട്ട് വാ, അങ്ങോട്ട് കയറല്ലേ. വാ, അത് ബുദ്ധൻ. വാ, ആ വെളിയിലിരിക്കുന്ന വലിയ ആളെ കണ്ട. ഞാൻ പോട്ടെ എന്നാ. വാ, പറഞ്ഞു തരാം. വാ, ഇവിടെ ആരോ പൂവൊക്കെ കൊണ്ടുപോകും. വാ, ഇങ്ങോട്ട് വാ, നീ വന്നേ, ഋഷി വന്നേ. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് പൂവൊക്കെ മേടിച്ച് അവിടെ വെക്കാൻ കേട്ടത്. ഇവിടെ പൂവൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പ്രാണിത്തിരി. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വല്ലതും മേടിക്കാൻ പറ്റുമെന്ന് നോക്കുക. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടില്ല. താഴോട്ടിറങ്ങാം. വീഡിയോണോ? വാ, പതിയെ വീടരുന്ന് ഋഷി, വീണ പല്ലു പോവും. അല്ലേ ഇങ്ങോട്ട്, ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ടല്ലേ. ഇതുവഴി നമുക്ക് ബെല്ലടിച്ച് പോവാന്ന് ഉള്ളൊരു വഴിയാണ്. പക്ഷെ കയറുമ്പോൾ മാത്രമേ അങ്ങനെ ഉള്ളൂന്ന് അറിഞ്ഞൂടാ. വീഴൂടാ. പോ, അച്ഛൻ്റെ കൂടെ പോ. ഇറങ്ങിയോ, ചാടി. നോക്കി കല്ല്. ഇവിടെ പടി ഉണ്ടായിരുന്നു. വേണ്ട ചേട്ടാ, ഇതെവിടെ? മറ്റേ ബെല്ലില്ലേ, അതെവിടെ? പടി എവിടെ?
നമ്മുടെ കയ്യിൽ വടിയില്ല. ഇതുവഴി ഇങ്ങനെ ബെല്ലടിച്ചടിച്ചടിച്ചടിച്ച് പോവാം അങ്ങറ്റം വരെ. അവിടാണോ വടിയുള്ളത്? ഋഷിക്ക് എത്തുമോ അത്? അടിച്ചടിച്ച് പോണോ? അങ്ങനെയാണോ? ഋഷിക്ക് എത്തുമോ? ഋഷിക്ക് എത്തണില്ലേ? ഋഷിനെ അടുപ്പിക്കണം. വാ അമ്മ എടുക്കാം. വാ 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 പിടിച്ചു. ഋഷി വേണമെങ്കിൽ എൻ്റെ 2 ഫോണുണ്ട്. വാ പിടിച്ചോ, വാടി പിടിച്ചോ. ഋഷി എൻ്റെ ഒരു ഫോണുണ്ടല്ലോ. അടിച്ചോ. അടിച്ചോ. അടിക്ക്. വലിച്ചോ. ഇങ്ങനെ അടിച്ചു പോ. വലിക്കുന്ന തന്നെയുണ്ട്. ഇങ്ങനെ അടിച്ചത്. നമ്മളിപ്പോൾ എവിടെ നിന്നറിയോ? ബാങ്കോക്ക്. പട്ടായെന്ന് 100 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഒന്ന് കാറിൽ കയറി ഇരുന്ന് ആ ബിഗ് ബുദ്ധയുടെ അവിടെ നിന്ന് വണ്ടി കയറി ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്കും ബാങ്കോക്ക് എത്തി. കുറേ നേരമായി. എത്ര മണിക്കൂറായി? 3 മണിക്കൂറിന് മേളിലായി. അപ്പോൾ ഉണ്ടോ ഇവിടെ എല്ലാം വലിയ 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 ബിൽഡിങ്ങാണ്. നമ്മൾ പട്ടായ കണ്ട പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറേ വലിയ വലിയ ബിൽഡിങ്സും ടവറും ഒക്കെ ആയിട്ടാണ്. പക്ഷേ മേളില് മെട്രോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയും ഒരു അരമണിക്കൂർ. ഇവിടുത്തെ ബ്ലോക്ക് കാരണം പിന്നെ നമ്മൾ പോകുന്ന ഗോൾഡൻ ബുദ്ധയുടെ അടുത്താണ് ഋഷി. അപ്പോൾ അവിടെ എത്താനായിട്ട് ഇനിയും അരമണിക്കൂറേ ഉള്ളൂ. പക്ഷെ ബ്ലോക്ക് കാരണം നമ്മൾ ലേറ്റായി പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക്. പട്ടായം കൊണ്ടല്ല കേട്ടോ, ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല റിച്ച് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ട് കാണാം. എന്താ ഇത്? എന്തിനീ വലിച്ചു പൊട്ടിക്കണേ? അതവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഒരു അടി തരാം, അപ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡൻ ബുദ്ധയുടെ അവിടെ വന്നേക്കുവാണ്. ബോർഡ് പിന്നെ ഈ ബ്ലാക്കും വൈറ്റും ഇതെന്തിനാ? ഇത് നമ്മുടെ ഇവിടുത്തെ ഒക്ടോബറിലെങ്ങാണ്ട് ഇവിടുത്തെ ഒരു ക്യൂൻ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ദുഃഖാചരണമായിട്ട് എല്ലാ ബിൽഡിങ്ങിൻ്റെയും ഒക്കെ മുന്നിൽ അവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കണം. വാ വാ ഇങ്ങോട്ട് വാ. ഇതാണ് ആ പറഞ്ഞ ക്യൂന്. ഞങ്ങൾ ഇന്നലെ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയപ്പോഴും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ആയിട്ട്. ഇവർക്ക് 92 വയസ്സുണ്ടായിരുന്നു. അപ്പം അവരുടെ ദുഃഖാചരണത്തിൻ്റെ പ്രമാണിച്ചാണ് ഇങ്ങനെ എല്ലായിടത്തും കുറേ സ്ഥലത്ത് ഇതുപോലെ ഗേറ്റിൽ മതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനുള്ളിൽ കയറാനായിട്ട് നമ്മൾ പാസ് എടുക്കണം. അപ്പോൾ 100 തായ് ബാത്താണ് ഒരാൾക്ക്. ഋഷിക്ക് ടിക്കറ്റ് ഇല്ല. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളെ ഏൽപ്പിച്ചു, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കണം. അതിവിടുത്തെ ഒരു റൂളാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 2 പേർക്കും കൂടെ 100 ബാത്ത് ടിക്കറ്റ് ചാർജിന് തന്നിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം. ഇവിടുത്തെ ബുദ്ധൻ്റെ സ്റ്റാച്ചുവിന് ഒരു പ്രത്യേകതയുണ്ട്. 5.5 ടൺ സോളിഡ് ഗോൾഡ് വെച്ചിട്ടാണ് മൊത്തം പ്രതിമ ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് ഗോൾഡൻ ബുദ്ധ എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അകത്ത് കയറി കാണാം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്.
ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ? വാ, വെയിലുണ്ട് കേട്ടോ. കൂടെ വാ അമ്മയുടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഇവിടാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഉണ്ടോ? ഇതിപ്പോൾ 100 അല്ലേ എടുക്കേണ്ടത്? ഇവിടെ എഴുതി വെച്ചേക്കണേ എക്സിബിഷൻ 100 ടു ഗോൾഡൻ ബുദ്ധ. അപ്പൊ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടേക്കണ എന്താ? ഷൂ അടോൾ ജീൻസ് അടോടല്ലേ? പിടിച്ചോ. ഇത് വേണ്ടേ? ആ വാ, നോക്കി നോക്കി കാലടിക്കരുത്. നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓ, ഇതിനുള്ളിൽ എഴുതിയേക്കുന്ന അതെ ഇവിടെ ഉണ്ട്. ഓ, ഇത് എന്ന് പറഞ്ഞതേ എഴുതിയിട്ടുണ്ട്. യു ആർ നൗ വ്യൂവിങ് ദ ലാർജസ്റ്റ് ഗോൾഡൻ ബുദ്ധ ഇമേജ് ഇൻ ദ വേൾഡ്. അത് നോക്കട്ടെ, നമുക്കിത് വായിച്ചു നോക്കാം കുറച്ച് കഴിഞ്ഞ്. ഓ, 15 feet ഇഞ്ച് ഹൈറ്റ് നോക്കിക്കേ. മെഷറിംഗ് 12 feet inches diameter and height 15 feet. Based on the crown weight approximately. ഇതിൻ്റെ ക്രൗൺ വെയിറ്റിൽ 5.5 tons ഉണ്ട്. പ്രൈസ് വാല്യൂ ആൻഡ് ഏജസ് 700 വർഷം. ബാ, ഇതിനകത്ത് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോർ, സെക്കൻഡ് എന്നാ ഫോർത്ത് എന്നോ ഒന്നുകൂടെ നോക്കേണ്ടി വരുമല്ലേ? സെക്കൻഡും തേർഡും എക്സിബിഷൻ ഒന്ന് എന്തുവാണ് എഴുതിയത്? പിടിച്ചോ, നൂറത്തണ്ട. ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ച് 4ാമത്തെ ഫ്ലോറിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. വാ, ഇതുവഴി ഇതുവഴി വാ, ഇതുവഴി വാ. ഋഷി കൂടാതെ വാ. ലിഫ്റ്റ് ഉണ്ടോ? ലിഫ്റ്റ് ഉണ്ടോ? എന്താ? അല്ല, ഇതാണോ ചൈനാട്ടോ? ചൈനാട്ടോ. ഋഷി ഇങ്ങ് വന്നേ. ഋഷി വാ വാ. സ്പീഡിൽ ഓടണ്ട, പതിയെ പോയാൽ മതി. വേറെ എക്സിബിഷനും നടക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ മാറിപ്പോയി. 4th ഫ്ലോർ. കേറി കേറി പോവാണ്. ഇവിടെ ആയിരിക്കും അല്ലേ?
ഇവിടെ ഉണ്ട് കേട്ടോ മണി അടിക്കുന്നത്. ഇതെന്താ അമ്പലത്തിന് അകത്ത് വെക്കാനുള്ള സാധനങ്ങളല്ലേ, പൂജാ സാധനങ്ങളോ? ഇത് അങ്ങോട്ട് നോക്കിക്കേ. ഋഷി എങ്ങോട്ടോ? ഇത് വഴി വാ. ഇത് ചെപ്പല്. ഋഷി വാ. എവിടെ വെക്കട്ടെ? ഋഷിയുടെ ഒരിക്കേ സോക്സ് വേണ്ടായിരിക്കും. പൊക്കോ പൊള്ളുന്നുണ്ടോ? കറങ്ങിയായിരുന്നോ? നോ എൻട്രി. എടുക്ക്. ആ വരുവാ. ഇതുവഴിയാണോ? ആ അവിടെ ക്യാമറ അലോഡല്ല. അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവർ ഫോട്ടോസ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുറമെ നിൽക്കുമ്പോൾ തന്നെ ഈ ഗോൾഡൻ ബുദ്ധനെ നമുക്ക് വെളിയിൽ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി. അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫോട്ടോ മാത്രമേ അലോ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു വലിയ ബുദ്ധ, പിന്നെ കുറച്ച് ചെറിയ ബുദ്ധന്മാർ ഒക്കെയാണ് അകത്തുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് സ്റ്റോർ, 2-3 സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിറങ്ങി. ഇനി നമുക്ക് താഴെ പോവാം. ഇവിടെ ചുറ്റിനും മണിയൊക്കെ വെച്ചിട്ടുണ്ട്, ബെല്ല്. നമുക്ക് ബെല്ലൊക്കെ അടിക്കാം. ഇതെല്ലാം ഗോൾഡാണ്. അമ്പലത്തിന് തന്നെ ഹോസ്പിറ്റല്, സ്കൂള് ഒത്തിരി ഉണ്ട്. അവിടെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് QR കോഡ്. വാ തിരിച്ചു പോവാം. വാ. നേരിട്ട് കാണാൻ ഇതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. ആ നീല ആകാശവും അതിൻ്റെ ഇടയ്ക്ക് വെള്ളം മേഘവും പിന്നെ ആ കൊമ്പ് പോലത്തെ അമ്പലത്തിന് മേളിൽ വെച്ചേക്കുന്ന സംഭവമല്ലേ, അത് ഒക്കെ ആയിട്ട് കാണാൻ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ഒരു ഈവനിങ്ങിൽ ഈ നീല ആകാശത്തിൽ അടിപൊളിയായിരുന്നു ഇത് കാണാനായിട്ട്. ഇത് ബുദ്ധന്റെ പല രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ പോലെ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇത് പുറത്താണ് വെച്ചേക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ വേറൊരു അമ്പലം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വാ. വാ. അത് അമ്പൂറ്റി. ഋഷി വാ. വാ. രാജാവിൻ്റെ സ്കൂൾ തന്നെയാണോ?
ആ ഇത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ, ഓപ്പൺ ആയിട്ട് അമ്പലത്തിൻ്റെ പുറകിൽ തന്നെയാണ്. ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും പിള്ളേർ ഇവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നു. അപ്പോൾ ഇവിടെ ആണെന്ന് ഒന്ന് കൂടുതൽ എന്തായാലും അവിടെ കണ്ടോ ആ ക്യൂവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ അതിൻ്റെ ആ ഫ്ലോറിലും ബ്ലാക്കും റെഡും. വാ. അപ്പം ബാങ്കോക്കിലെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഗോൾഡൻ ബുദ്ധയിൽ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈവനിങ് ആയി എത്തിയപ്പോൾ തന്നെ പട്ടായ എന്ന ബാങ്കോക്ക്. അപ്പം ഗോൾഡൻ ബുദ്ധ കണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി അവിടെ ചെക്കിനൊക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുമായിരുന്നു ചെയ്തത്.